ഡിപ്രഷനോ ആൻസൈറ്റിയോ എന്തുവാടേ, പബ്ലിക് ഫിഗർ ആണ് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പൊട്ടത്തരം, ശുദ്ധ മണ്ടത്തരം വിളിച്ചു പറയുന്നത്. ഈസ് ഇറ്റ് മെന്റൽ ഹെൽത്ത് ഇസ് എ ജോക്ക്? കഴിഞ്ഞ ദിവസമുള്ള കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ആ ഒരു സിനിമ ആർട്ടിസ്റ്റിന്റെ ഒരു വീഡിയോ കാണാനിടയിൽ, അതായത് ഇന്റർവ്യൂ വീഡിയോ ആണ്. അതിൻ്റെ അകത്ത് പുള്ളിക്കാരി ഈ ഡിപ്രഷൻ, ആൻസൈറ്റി എന്നൊക്കെ അങ്ങ് പുച്ഛിച്ചങ്ങ് തള്ളിയേക്കുവാണ് കേട്ടോ. നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് പോലും എനിക്ക് പുള്ളിക്കാരുടെ ഇന്റർവ്യൂ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. ഈ ഇന്റർവ്യൂ എടുത്ത ആൾക്കാർക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് അതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ അവരത് ചെയ്തിട്ടുമില്ല. ഈ ഡിപ്രഷൻ, ആൻസൈറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കൂട്ട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് മാത്രമേ അത് എത്രത്തോളം ഹാർഡാണെന്നും അത് എത്രത്തോളം നമ്മുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്നും മനസ്സിലാവത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആടുജീവിതത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ കഥകളായിട്ട് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. ആൻസൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ പണിയില്ലാത്തവർക്ക് വരുന്നതാണെന്നും ഇവിടെ 12 അവർ ഡ്യൂട്ടി എടുത്തിട്ടും ഇതൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. എൻ്റെ ചുറ്റിലും എനിക്കറിയാവുന്ന ആളുകളുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ. അല്ലാതെ ഇത് പണിയെടുക്കാതെ അല്ലെങ്കിൽ മടിയായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു ഇഷ്യൂ അല്ല ഈ ഡിപ്രഷൻ, ആൻസൈറ്റി എന്ന് പറയുന്നത്. കൃഷ്ണപ്രഭയോടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബോഡിക്ക് ഒരു പനി അല്ലെങ്കിൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമോ അത് എനിക്ക് ഒരു ലേസിനെസ് കാരണമാണ് എനിക്ക് പനി വന്നേക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോവാതിരിക്കുന്നതുകൊണ്ടാണ്, മടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്കിത് വന്നത് നിങ്ങൾ പറയുമോ? ഇല്ല. നിങ്ങൾ പറയും അത് തക്കതായ കാരണമുണ്ട്, അതുകൊണ്ടാണ് വന്നത്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും നിങ്ങൾക്ക് ബോഡിക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു ഫീവർ, കോൾഡ് നിങ്ങൾ എങ്ങനെ ചികിത്സിക്കുമോ അതുപോലെ തന്നെ ചികിത്സ വേണ്ട ഒരു കാര്യമാണ് ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം.